അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റിനും ജെയ്ക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, എക്സാം എഴുതുന്നുണ്ടോയെന്ന്. അപ്പം ഞാൻ ഇന്നാണ് പോയി അപ്ലൈ ചെയ്തത്. ഒരുപാട് താമസിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. കാരണം നമുക്കിപ്പോൾ മോഡൽ എക്സാമും അതുപോലെ ഫൈനൽ എക്സാമും വരുന്ന സമയമായതുകൊണ്ട് നമുക്കിപ്പോൾ ഇനി ആ സമയത്തൊന്നും പോക്ക് നടക്കത്തില്ല. അതുകൊണ്ട് നേരത്തെ പോയി അങ്ങ് ചെയ്താൽ കേട്ടോ. മാത്രമല്ല ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് സൈറ്റ് എല്ലാവരും കൂടെ കയറി അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് സൈറ്റിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നേരത്തെ അങ്ങ് അപ്ലൈ ചെയ്തു. അപ്പം എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാർ കാർഡ് കൊണ്ടുപോകണം. നീറ്റിന് വേണ്ടിയിട്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും വേണം. അപ്പം അതിന് രണ്ടിനും പേരും അതിൻ്റെ അടി ഇന്നത്തെ ഡേറ്റും വേണം, ആ 2 ഫോട്ടോയിൽ. പിന്നെ ജെയുടെ ഫോട്ടോയിൽ അങ്ങനെയൊന്നും വേണ്ട, പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാത്രം മതി. പിന്നെ നമ്മുടെ SSLCയുടെ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നമ്മുടെ തമ്പി ഇംപ്രഷൻ അവർ തന്നെ എടുക്കും. എൻ്റെ ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും പാസ്പോർട്ട് സൈസിനകത്തുനിന്ന് അക്ഷയയിലവിടെ ഇവിടെ ഒരു കമ്പ്യൂട്ടർ സെൻറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ആണ് അപ്ലൈ ചെയ്തത്. അവിടുന്ന് അവർ തന്നെ ചെയ്തു തരുമായിരുന്നു. അപ്പം ഞാൻ ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് എനിക്ക് ഇത്രയാണ് വേണ്ടി വന്നത്. പിന്നെ അതുപോലെ ഫീസ് നീറ്റിന് 1700 രൂപയായിരുന്നു. പിന്നെ JEE ആയപ്പം ഗേൾസിന് 800 രൂപയാണ് വന്നത്. പിന്നെ എന്തുവാ, ഇത് ഇത്രയും സാധനങ്ങളാണ് എനിക്ക് വേണ്ടി വന്നത്. പിന്നെ ബാക്കി കാറ്റഗറീസിന് അവരുടെ സ്പെഷ്യൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം നീറ്റ് ഈ വട്ടം ഞാൻ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിലാണ്, അല്ലാതെ കിട്ടുമെന്നോ യാതൊരു പ്രതീക്ഷയില്ല. എനിക്കിപ്പം ആദ്യമൊക്കെ ഒരു +1 സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു പകുതിയൊക്കെ ആയ സമയം വരെ എനിക്ക് നീറ്റ് JEE പോലത്തെ കോഴ്സ് തൊട്ടെ എൻട്രൻസ് ഒക്കെ എഴുതാൻ ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അത് പയ്യെ അങ്ങ് നഷ്ടപ്പെട്ടു. നമുക്കിപ്പം അപ്പം തോന്നുന്നതായിരിക്കത്തില്ലല്ലോ ഇപ്പോൾ തോന്നുന്നത്. അപ്പം ഇതിൻ്റെ അടി വന്ന് ചിലപ്പോൾ ചിലർ കമൻറ്റ് ചെയ്യും, ഇതിൻ്റെ ഈ പഠിത്തത്തിനാണെങ്കിലും ഒന്നും കിട്ടത്തില്ല. അത് സ്ഥിരം വരുന്ന കമൻറ്റാണ്, നീറ്റ് കിട്ടത്തില്ല, JEE കിട്ടത്തില്ല. ഞാനപ്പോൾ അത് ഫോക്കസ് ചെയ്ത് പോകുന്നില്ല. കാരണം എനിക്ക് ഇത് എഴുതി നോക്കിയിട്ട് ഇൻ കേസ് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഇത് വേണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം റിപ്പീറ്റിന് എന്തായാലും പോകുന്ന ഒരു ഓപ്ഷനെ വിചാരിക്കുന്നുള്ളൂ. ഇതുവരെ എന്തിന് പോകണമെന്ന് യാതൊരു തീരുമാനവും ഇല്ല. ചിലപ്പം നിങ്ങളൊക്കെ വിചാരിക്കുമായിരിക്കും ഇനി എപ്പോൾ തീരുമാനിക്കുന്നത്. പക്ഷേ അത് ഏറ്റവും നന്നായിട്ട് ഇരുന്ന് ആലോചിച്ച് തീരുമാനിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് ഇടിപിടിയെന്നൊരു ഇതെടുക്കാത്തത്. എൻട്രൻസ് എക്സാമുകളൊക്കെ എന്തായാലും എഴുതുന്നുണ്ട്, വരുമ്പോൾ അപ്ലൈ ചെയ്യും. അത് എന്തിന് പോകണമെന്നുള്ളത് ഇനിയും നോക്കാം, അത്ര വിചാരിക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനമായോ, നിങ്ങളിപ്പോൾ എന്തിന് പോകണം എന്നുള്ള തീരുമാനമായോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ സെയിം അവസ്ഥയുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പം താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.